Hello everybody, welcome to English speaking course. Hope you all are keeping safe and fine. If you're new to my channel, kindly subscribe. ഇന്ന് നമുക്ക് ബേസിക് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പഠിക്കാം, പ്ലസ് അതിൻ്റെ അഡ്വാൻസ് ഇംഗ്ലീഷ് സെൻറ്റൻസസും കൂടെ പഠിക്കാം. നമുക്ക് നോക്കാം എങ്ങനെ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് സംസാരിക്കും. നമ്മൾ വിചാരിക്കാറില്ലേ ഇംഗ്ലീഷ് മൂവീസ് കണ്ടാൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും, ബട്ട് 90% കേസസിൽ ദാറ്റ് ഡസൻറ്റ് ഹാപ്പൻ. വൈ? ബിക്കോസ് അവർ കുറേ ഇംഗ്ലീഷ് ഫ്രേസസും ഇഡിയംസ് ഒക്കെ യൂസ് ചെയ്യും, ആൻഡ് ദാറ്റ് മേക്സ് us difficult to understand native speakers. I'll give you an example. Look at the sentence. This is quite easy. ഇത് വളരെ ഈസിയാണ്. ബട്ട് നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് പറയാറുള്ളത് this is no brainer. ദിസ് ഈസ് നോ ബ്രെയിനർ ഒക്കെ മൂവിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല, ബട്ട് ദിസ് ഹാസ് ദ സെയിം മീനിങ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സെൻറ്റൻസ്. ഒരു കാര്യം നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ചാൽ അവർക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓക്കെ. ബട്ട് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് പറയാറുള്ളത് താങ്ക് യു എനിവേ. എനിവേ, നിങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തതിന് താങ്ക് യു. ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഞാനൊരു തെറ്റ് ചെയ്തു. This is the basic sentence. I made a mistake. But English speakers പറയാറുള്ളത് I screwed up. I screwed up. I made a mistake. I screwed up. Don't worry. നമ്മൾ പറയാറില്ലേ ടെൻഷൻ എടുക്കണ്ട, don't worry. Don't take tension. ഇതൊക്കെ നമ്മൾ പറയാറില്ലേ ഒരാൾ ടെൻഷൻ എടുക്കുമ്പം. But a native speaker may say, don't take it to your heart. അത് മനസ്സിൽ കൊടുക്കണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. Don't take tension അവർ കുറവേ പറയാറുള്ളൂ. I'll send you a message. നമ്മൾ കോമൺ ആയിട്ട് പറയാറുള്ള സെൻറ്റൻസ് ആണ്. ബട്ട് അവർ പറയാറുള്ളത് I will text you. I'll text you. Do send me a message. എനിക്കൊരു മെസ്സേജ് അയക്കണേ. അവർ പറയാറുള്ളത് do text me. Do text me. In the same manner നമ്മൾ പറയാറില്ലേ വളരെ പ്ലീസ്ഡ് ആയിട്ടിരിക്കുമ്പം താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. അവർ പറയാറുള്ളത് ഇറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു. ഇറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു. കണ്ടില്ലേ ആ ഡിഫറൻസ്? സോ ഇന്ന് നിങ്ങൾക്ക് ബേസിക് സെൻറ്റൻസും പഠിക്കാം, കൂടെ അഡ്വാൻസ് ഇംഗ്ലീഷ് ഫ്രേസസും പഠിക്കാം. അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇത് നിങ്ങളെ കുറേ പ്രാവശ്യം ഞാൻ എൻ്റെ വീഡിയോയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചോദിക്കാം. വാട്ട് ആർ യു ഡൂയിങ്? ഇതൊരു ബേസിക് ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണ്, ഇതിലൊരു തെറ്റുമില്ല. ബട്ട് എ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കർ ഓഫൻ സേസ് വാട്ട് ആർ യു അപ് ടു? വാട്ട് ആർ യു അപ് ടു? ദാറ്റ്സ് എ ഗുഡ് ജോക്ക്. അതൊരു നല്ല തമാശയായിരുന്നു. അങ്ങനെ നമ്മൾ പറയാറില്ലേ ഒരു നല്ല തമാശ കേട്ടാൽ. ബട്ട് എ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കർ മേ സേ ദാറ്റ്സ് എ ഗുഡ് വൺ. അവർ വളരെ സിമ്പിളായിട്ടാണ് പറയുക ദാറ്റ്സ് എ ഗുഡ് വൺ. അത് വളരെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മലയാളീസ് സ്ഥിരം പറയാറുള്ള ഒരു സെൻറ്റൻസ് ആണ് ഐ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലായിട്ടില്ല. ബട്ട് അവരെന്താ പറയുക? ദേ മേ സേ Did I get you right? നീ പറയേണ്ടത് എനിക്ക് കറക്റ്റായിട്ട് കിട്ടീനോന്ന് അറിയില്ല. അതേ സമയത്ത് നമ്മൾ പറയാറില്ലേ ഐ അണ്ടർസ്റ്റുഡ്, എനിക്ക് മനസ്സിലായി. അവർ പറയാ ഐ ഗോട്ട് ദാറ്റ് റൈറ്റ്. ഐ ഗോട്ട് ദാറ്റ് റൈറ്റ്. വർക്ക് ഹാർഡർ. നമ്മൾ പറയാറില്ലേ ഒന്നും കൂടെ കഷ്ടപ്പെട്ട് പണിയെടുക്കൂ, ഒന്നും കൂടെ കഷ്ടപ്പെടൂ, ഫുൾ എഫേർട്ട് ഇടൂ, വർക്ക് ഹാർഡർ. അവർ പറയാ സ്റ്റെപ്പ് അപ്പ് യുവർ ഗെയിം. Step up your game. Today is weekend. ഇന്ന് വീക്കെൻഡ് ആണ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഫ്രൈഡേ ആകുമ്പോൾ പറയാറുണ്ട്. Today is weekend. Let's see what a native speaker says. Thank heavens it's Friday. Thank heavens it's Friday. I couldn't understand you. എനിക്ക് നിങ്ങളെ മനസ്സിലായിട്ടില്ല. നേരത്തെ ഐ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് ഞാൻ പറഞ്ഞു, അതേപോലെ തന്നെ ഒരു ഫ്രേസ് ആണ് ഐ കുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് യു. ആൻഡ് ദേ മേ സേ ഐ കുഡൻറ്റ് ക്യാച്ച് യു. ഐ കുഡൻറ്റ് ക്യാച്ച് യു. ആർ യു മാഡ്? നിനക്ക് ഭ്രാന്തുണ്ടോ? നമ്മൾ ചോദിക്കാറില്ലേ. അവർ ചോദിക്കൽ ഹാവ് യു ഗൺ ക്രേസി? ഹാവ് യു ഗൺ ക്രേസി? അതേപോലെ അവൾക്ക് വട്ടാന്ന് നമ്മൾ പറയാറില്ലേ ഷീ ഈസ് ക്രേസി.
ഷീ ഈസ് ക്രേസി. അവൾക്ക് വട്ടാണ്. എഗെയിൻ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയാറില്ലേ യെസ് ഐ അണ്ടർസ്റ്റുഡ്. അത് സിമ്പിളായിട്ട് അവർ ആൻസർ തരുക. അവർ പറയാ ഐ ഗോട്ട് ഇറ്റ്, ഐ ഗോട്ട് ഇറ്റ്. ലേറ്റൊക്കെ ആയാലും നമ്മൾ പറയാറില്ലേ ഐ വാസ് സ്റ്റക്ക് ഇൻ ട്രാഫിക്, ഞാൻ ട്രാഫിക്കിൽ കുടുങ്ങിപ്പോയി. അവർ പറയാറുള്ളത് ഐ ഗോട്ട് ഹെൽഡ് അപ്പ് ഇൻ ട്രാഫിക്. നിങ്ങൾ ആ ഫ്രേസ് ശ്രദ്ധിച്ചോ? ഹെൽഡ് അപ്പ്. ഐ ഗോട്ട് ഹെൽഡ് അപ്പ് ഇൻ ട്രാഫിക്. ഐ ഹാവ് ജസ്റ്റ് റീച്ച്ഡ് ഹോം, ഞാൻ ഇപ്പം വീട്ടിലെത്തിയതേ ഉള്ളൂ. ജസ്റ്റ്. അവർ പറയാനുള്ളത് ഐ ജസ്റ്റ് അറൈവ്ഡ് ഹോം. റീച്ചിൻ്റെ പകരം അവർ കൂടുതലും യൂസ് ചെയ്യുന്നത് അറൈവ്ഡ് ആണ്. അല്ലെങ്കിൽ അവർ പറയാ കൂടുതൽ അമേരിക്കൻസാണ് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യും അവർ ഇംഗ്ലീഷിനാണ്. അവർ പറയാറുള്ളത് ഐ ജസ്റ്റ് അറൈവ്ഡ് ഹോം, ഐ ജസ്റ്റ് അറൈവ്ഡ്. ഐ ആം വെരി ഹാപ്പി, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, ദേ മേ സേ ഐ ആം ത്രിൽഡ്, ഐ ആം ത്രിൽഡ്. ക്യാൻ ഐ ബോറോ യുവർ ഫോൺ? നമ്മൾ സാധാരണയാണ് ചോദിക്കാറുള്ളത് ക്യാൻ ഐ ബോറോ യുവർ ഫോൺ, ഞാൻ നിൻ്റെ ഫോൺ ഒന്ന് എടുത്തോട്ടെ, ഒന്ന് ബോറോ ചെയ്തോട്ടെ. ലെറ്റ്സ് സീ ഹൗ ദ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കർ സ്പീക്സ്. ദേ മേ സേ വുഡ് ഇറ്റ് ബി ഓൾ റൈറ്റ് ഇഫ് ഐ ബോറോ യുവർ ഫോൺ? വുഡ് ഇറ്റ് ബി ഓൾ റൈറ്റ് ഇഫ് ഐ ബോറോ യുവർ ഫോൺ? അതേപോലെ നമ്മൾ ചോദിക്കാറുള്ളത് നിൻ്റെ ബുക്കൊന്ന് തന്നാട്ടെ. പ്ലീസ് ഗിവ് മീ യുവർ ബുക്ക്, പ്ലീസ് ഗിവ് മീ യുവർ ബുക്ക്. They may say, can I take a look at your book? Can I take a look at your book? I am too tired. ഈ ഫ്രേസ് ഞാൻ കുറേ പ്രാവശ്യം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോസിലൊക്കെ. ഫ്രേസ് ഇസ് കറക്റ്റ് ഓൾ റൈറ്റ്, ബട്ട് നേറ്റീവ്സ് എങ്ങനെയാണ് പറയാത്? ഐ ആം ബേൺഡ് ഔട്ട്, ഐ ആം ബേൺഡ് ഔട്ട്. ഐ ആം നോട്ട് ഫീലിംഗ് വെൽ, എനിക്കത്ര സുഖം തോന്നുന്നില്ല, എനിക്ക് സുഖമില്ല. ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. They may say, I am not feeling very well, I am not feeling very well. Again, can I join you? ഞാൻ നിങ്ങളെ കൂടെ കൂടട്ടെ. കുറേ പേര് ഒരുമിച്ച് നിൽക്കുന്നുണ്ടാവും, അവരെ കൂടെ കൂടട്ടെ. നമുക്ക് ചോദിക്കണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. A native speaker may ask, would it be all right if I join you? Would it be all right if I join you? Again, can we go for a walk? നമുക്കൊരു വാക്കിൽ പോയാലോ, നമുക്കൊന്ന് നടന്നാലോ? ഓക്കെ, എ നേറ്റീവ് സ്പീക്കർ മേ ആസ്ക്, ഹൗ അബൌട്ട് ജോയിനിങ് മീ ഫോർ എ വാക്ക്? സോ ഹോപ്പ് യു ഫൗണ്ട് ടുഡേയ്സ് വീഡിയോ യൂസ്ഫുൾ. എങ്ങനെയാണ് നേറ്റീവ് സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് സംസാരിക്കാറുള്ളത്? ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡു കോമെൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.